അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, കേരളത്തിലെ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം സംഘടിപ്പിച്ചിരിക്കുന്ന 9ാമത് ദേശീയ അറബിക് വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ദിവസമായ ഇന്ന് വളരെ പ്രസക്തമായൊരു വിഷയമാണ് നാം ഈ ജനകീയ സംവാദത്തിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കേരളത്തിന്റെ തെരുവുകളും കേരളീയ സാംസ്കാരിക രംഗത്തെ പ്രസിദ്ധീകരണങ്ങളും കഴിഞ്ഞ 1.5 മാസക്കാലമായി ഒരു ഉത്സവത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം അപരിഷ്കൃതമാണ് എന്നും മുസ്ലിങ്ങൾ ആധുനിക ലോകത്ത് ജീവിക്കാൻ അർഹതയില്ലാത്ത കാടന്മാരാണ് എന്നും എഴുതുവാനും പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനും അവസരം കിട്ടിയ ആഘോഷത്തിമർപ്പിലായിരുന്നു നിർഭാഗ്യവശാൽ കേരളത്തിലെ ബുദ്ധിജീവികൾ. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അപരിഷ്കൃതത്വത്തിന്റെ പ്രതീകങ്ങളായി മനസ്സിലാക്കുവാൻ പൊതുസമൂഹത്തിന്റെ തലച്ചോറിനെ പരിശീലിപ്പിക്കുന്ന മുതലാളിത്ത മീഡിയയുടെ പദ്ധതികൾ 100% കേരളത്തിൽ വിജയിക്കുന്നു എന്ന് സൂചിപ്പിച്ച സംഭവം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിൽ ഇസ്ലാമും മുസ്ലിങ്ങളും ആധുനിക യുഗത്തിൽ നിൽക്കാൻ അർഹതയില്ലാത്ത അപരിഷ്കൃതത്വത്തിന്റെ പ്രതീകങ്ങളാണ് എന്ന് സ്ഥാപിക്കുവാൻ സാമുവൽ ഹണ്ടിങ്ടന്റെ ദർശനത്തിനും വീക്ഷണത്തിനും തെളിവുണ്ടാക്കുവാൻ കേരളത്തിലെ ഇടത് ദേശീയ പുരോഗമന ധാരകളിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ ഉപയോഗിച്ച സംഭവം മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ ചില ചർച്ചകളാണ്. മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പോലുള്ള കേരളത്തിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്കിടയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്ന നിലക്ക് എന്നെ ഇതിൽ തീർത്തും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആക്രമിക്കുവാൻ വേണ്ടി ഭീകരമായ കളവുകളാണ് കേരളത്തിൽ പറയപ്പെട്ടത് എന്നാണ്. 16 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല എന്നും 16 വയസ്സിൽ തന്നെ കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികളെ മുഴുവൻ കെട്ടിച്ചയക്കണമെന്നും 16 വയസ്സ് കഴിഞ്ഞ് കല്യാണം നീട്ടിവെക്കുന്നത് ശരീഅത്തിന് വിരുദ്ധമാണ് എന്നും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ എന്ന് ധ്വനിപ്പിക്കുവാൻ വേണ്ടിയാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ പുരോഗമന ചേരിയുടെ ഊർജം മുഴുവൻ ചെലവഴിക്കപ്പെട്ടത്. ഇത് ശുദ്ധമായ കളവാണ് എന്ന് പറഞ്ഞവർക്കും എഴുതിയവർക്കുമെല്ലാം അറിയാം. കേരളത്തിന്റെ തെരുവുകളിൽ വ്യത്യസ്ത സാംസ്കാരിക കൂട്ടായ്മകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയുമെല്ലാം ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സെമിനാറുകളും സിംപോസിയങ്ങളും ഒരു പ്രതിപക്ഷം പോലും ഇല്ലാതിരുന്ന, സംവാദത്തിന്റെ സംസ്കാരം എന്താണ് എന്ന് പോലും മറന്നുപോയ, എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെ പറയാനുണ്ടായിരുന്ന വേദികൾ. ആ വേദികളിൽ വെച്ച് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരും സംഘടനകളുമെല്ലാം സ്ത്രീവിരുദ്ധമാണ് എന്ന് ഉറക്കെ ധ്വനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുണ്ടായി. അവിടെ
ആ പരിപാടികളിലേക്ക് കടന്നു വന്ന കേരളത്തിലെ അമുസ്ലിം സഹോദരങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരുമായ ആളുകൾ, അഭ്യസ്തവിദ്യരായ യുവാക്കൾ, കേരളത്തിലെ വ്യത്യസ്ത കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും, അവരുടെയെല്ലാം തലച്ചോറിനകത്ത് കേരളത്തിലെ ഏറ്റവും യാഥാസ്ഥിതികമായ ഒരു സമുദായമായി മുസ്ലിം സമുദായം മുദ്രയടിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ 16 വയസ്സ് ആകുന്ന പെൺകുട്ടിയെ ഉടനെ തന്നെ കെട്ടിച്ചയക്കണമെന്നോ 18 വയസ്സിന് ശേഷം പെൺകുട്ടികളുടെ കല്യാണം നടത്തുന്നത് അനിസ്ലാമികമാണ് എന്നോ പെൺകുട്ടികൾ വിദ്യയഭ്യസിക്കുവാൻ പാടില്ല എന്നോ ഉള്ള ഒരു പ്രഖ്യാപനമോ തീരുമാനമോ വിശദീകരണമോ ഒന്നും കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നാണ് ഞാനിത് സംസാരിക്കുന്നത്. മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യ നേടാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു കാലത്ത് അതിനുവേണ്ടി പരിശ്രമിക്കുകയും പോരാടുകയും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് അക്ഷരവിദ്യ അഭ്യസിക്കുവാനുള്ള സൗകര്യമുണ്ടാക്കുകയും അതിനുവേണ്ടി ബോധവൽക്കരണ പ്രക്രിയകളിൽ ഏർപ്പെടുകയും അവർക്ക് വേണ്ടി കലാലയങ്ങൾ ഉണ്ടാക്കുകയും അവരെ ഉദ്യോഗസ്ഥകളാക്കി മാറ്റി തീർക്കുകയും ചെയ്തൊരു പ്രസ്ഥാനത്തിന്റെ വേദി. ഈ പ്രസ്ഥാനത്തെ പോലും പ്രതി ചേർത്ത് സംസാരിച്ചു പലരും. കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കു വേണ്ടി ഇതുവരെയായി ഒന്നും ചെയ്തിട്ടില്ലാത്ത ആളുകൾ, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ക്രിയാത്മകമായൊരു സംഭാവനയും നൽകിയിട്ടില്ലാത്ത ആളുകൾ, സമുദായത്തെ കല്ലെറിയാൻ വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ച ആളുകൾ, ആ ആളുകൾ കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ നമുക്കെല്ലാം അറിയാം, കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ ഒരു യോഗം വിളിക്കപ്പെട്ടു, ഒരു പണ്ഡിത സംഘടനയുടെ നേതൃത്വത്തിൽ. ആ യോഗത്തിലുണ്ടായ തീരുമാനം യഥാർത്ഥത്തിൽ 18 വയസ്സ് മതി, 18 വയസ്സ് കഴിഞ്ഞിട്ട് മതി പെൺകുട്ടികളുടെ കല്യാണം എന്ന് സമുദായത്തെ ഉപദേശിക്കുവാനുള്ള ബോധവൽക്കരണം നടത്തണമെന്നതായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം നടത്തുന്നതാണ് നല്ലത് എന്ന് സമുദായത്തിലെ പെൺകുട്ടികളെ ബോധ്യപ്പെടുത്തുവാൻ, സമുദായത്തിലെ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുവാൻ ഉള്ള ബോധവൽക്കരണ യത്നങ്ങൾ നിരന്തരമായി സംഘടിപ്പിക്കണമെന്നതായിരുന്നു ഒരു തീരുമാനം. ആ തീരുമാനം മാധ്യമങ്ങൾ സമർത്ഥമായി മറച്ചുവെച്ചു. ആ തീരുമാനത്തോടൊപ്പമാണ് അടുത്ത തീരുമാനമുണ്ടായത്. ആ തീരുമാനം അനിവാര്യമായ സാഹചര്യത്തിൽ 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾ, അവരെ കല്യാണം കഴിപ്പിക്കേണ്ടി വരുന്ന രക്ഷിതാക്കൾ, ആ രക്ഷിതാക്കൾക്ക് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകരുത് എന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെടാനായിരുന്നു. ആ തീരുമാനം സവിശേഷമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും കോലാഹലങ്ങൾക്ക് നിമിത്തമാവുകയും ചെയ്തു. നമുക്ക് അത്ഭുതം തോന്നും. യഥാർത്ഥത്തിൽ 18 വയസ്സിന് മുമ്പ് കല്യാണം വേണമെന്നുള്ളവരുടെ പ്രശ്നം ഒരു സംവാദമോ ചർച്ചയോ പോലും അർഹിക്കുന്നില്ല എന്ന് തീരുമാനിക്കപ്പെട്ടു കേരളത്തിൽ. വിവാഹം എന്തിനു വേണ്ടിയാണ്? വിവാഹം നമുക്കെല്ലാം അറിയാം, അടിസ്ഥാനപരമായി മനുഷ്യന്റെ ലൈംഗിക സംതൃപ്തിക്കു വേണ്ടിയാണ്. ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗിക സംതൃപ്തി. ലൈംഗികത ഇപ്പോഴും നമുക്ക് തൊട്ടാൽ കൊള്ളുന്നൊരു വിഷയമാണ്. നവോത്ഥാനത്തിന്റെയും പുരോഗമനത്തിന്റെയും പറുദീസയായി വിലയിരുത്തപ്പെടുന്ന കേരളത്തിൽ പോലും ലൈംഗികതയെ പച്ചയായി തുറന്ന ചർച്ചക്കെടുക്കാൻ നമുക്ക് മടിയാണ്. മനുഷ്യന്റെ അടിസ്ഥാനപരമായൊരു പ്രകൃതി ചോദനയായി അതിനെ അംഗീകരിക്കുവാനുള്ള മാനസിക സന്നദ്ധത ഇനിയും നാം കൈവരിച്ചിട്ടില്ല. ലൈംഗിക സംതൃപ്തിയാണ് വിവാഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ എന്താണ് ലൈംഗികത എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ലൈംഗികത എന്ന് പറയുന്നത്, ലൈംഗിക വികാരങ്ങൾ എന്ന് പറയുന്നത്, ലൈംഗികമായ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മളാരെങ്കിലും കടയിൽ പോയി കാശ് കൊടുത്തു വാങ്ങുന്നതല്ല. നമ്മുടെ ശരീരത്തിൽ പടച്ചതമ്പുരാൻ നിക്ഷേപിച്ചതാണ്. നമ്മുടെ ശരീരത്തിൽ ലൈംഗികത സജീവമാകുന്നത് നമ്മുടെ ആരുടെയും നിയന്ത്രണ പ്രകാരമല്ല. ശരീരത്തിലുള്ള നമ്മുടെ ലൈംഗികാവയവങ്ങൾ, നമ്മുടെ അന്തസ്രാവ വ്യവസ്ഥ, നമ്മുടെ ശരീരത്തിൽ ലൈംഗികത സജീവമാകാൻ വേണ്ടി പടച്ചതമ്പുരാൻ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഹോർമോണുകൾ, ലൈംഗികതയ്ക്ക് വേണ്ടി പടച്ചതമ്പുരാൻ സംവിധാനിച്ചിട്ടുള്ള അനുകൂലനങ്ങൾ, ഇവയുടെയെല്ലാം ഫലമായി നമ്മുടെയൊന്നും നിയന്ത്രണത്തിലല്ലാതെ, നമ്മുടെ സ്വന്തം ഇച്ഛപ്രകാരമല്ലാതെ
ഒരു പ്രത്യേകമായ പ്രായത്തിൽ നമ്മുടെ ശരീരത്തിൽ സജീവമാകാൻ തുടങ്ങുന്ന ഒരു പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ ലൈംഗികത. ആ ലൈംഗികത തിന്മയാകുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. നമുക്ക് കണ്ണും കാതും കരളുമെല്ലാം പടച്ചതമ്പുരാൻ നൽകിയതുപോലെ ആണിനും പെണ്ണിനും അല്ലാഹു നൽകിയ സമ്മാനമാണ് യഥാർത്ഥത്തിൽ ലൈംഗിക വികാരങ്ങൾ. ആ ലൈംഗിക വികാരങ്ങൾ മനുഷ്യ പ്രകൃതിയുടെ സ്വാഭാവികതയാണ്. ആ ലൈംഗിക വികാരങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാനുള്ള മാർഗമാണ് വിവാഹം. ലൈംഗികത മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞ സവിശേഷതകൾ കാരണമായിട്ടാണ്. ആ സവിശേഷതകൾ പെൺശരീരത്തിൽ ഉണ്ടാകുന്നത് കൃത്യമായി 18 വയസ്സ് തികയുമ്പോഴാണ് എന്ന് ആരാണ് തെളിയിച്ചിട്ടുള്ളത്? ഏത് ശാസ്ത്രീയ ഗവേഷണത്തിന്റെ പിൻബലമാണ് അത്തരം ഒരു വാദത്തിനുള്ളത്? ഏത് സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? 18 വയസ്സ് തികയുന്നതിന് മുമ്പ് പെൺശരീരത്തിൽ ലൈംഗികത സജീവമാകുന്നില്ല എന്നും പെൺശരീരം ലൈംഗികത ആഗ്രഹിക്കുന്നില്ല എന്നും പെൺശരീരം ലൈംഗികതക്ക് പ്രാപ്തമാകുന്നില്ല എന്നും തെളിയിക്കുവാനോ സൂചിപ്പിക്കുവാനോ കഴിയുന്ന ആരും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ 18 വയസ്സിന് മുമ്പ് പെൺ ലൈംഗികതക്ക് അനുമതി കൊടുക്കാൻ ഉള്ള ഒരു നിർദ്ദേശത്തെ, ആ നിർദ്ദേശത്തെ എതിർക്കുവാനുള്ള മാനദണ്ഡം എന്താണ്? ഇവിടെ നമ്മളെല്ലാവരും അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈംഗികത എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രകൃതിപരമായ തേട്ടമാണ് എന്നതുകൊണ്ട് ലൈംഗിക വികാരങ്ങൾ സഫലമാക്കുക എന്നത് മനുഷ്യന്റെ അവകാശമാണ്, അടിസ്ഥാനപരമായ മനുഷ്യാവകാശം. നമുക്കൊരുപാട് മനുഷ്യാവകാശങ്ങളെ പരിചയമുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വ്യക്തിത്വം പൂർണ്ണമായി പ്രകാശിക്കുവാൻ ആവശ്യമായ അവന്റെ അഭിമാനവും അവന്റെ വ്യക്തിത്വവും നല്ല രീതിയിൽ സംരക്ഷിക്കുവാൻ നിർബന്ധമായ അവന് വകവെച്ച് നൽകപ്പെടേണ്ട ഒരു അവകാശമാണ് ലൈംഗിക അവകാശം. എന്റെ ശരീരത്തിൽ എനിക്ക് പടച്ചതമ്പുരാൻ സമ്മാനിച്ച വികാരങ്ങൾ, ആ വികാരങ്ങളുടെ പൂർത്തീകരണത്തിന് എനിക്ക് അവകാശമുണ്ട്. ആ വികാരങ്ങളുടെ പൂർത്തീകരണത്തിന് എനിക്ക് അവസരമുണ്ടാകണം. അത് ആണായാലും പെണ്ണായാലും ശരി. ആ അവസരത്തെയും അവകാശത്തെയും നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല. ഇവിടെ ഒരു പ്രത്യേക പ്രായം തികയാത്തയാൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നതിന്റെ പേരിൽ ഒരു പെൺകുട്ടിക്ക് ലൈംഗിക അവകാശങ്ങൾ നിഷേധിക്കുവാനുള്ള മാനദണ്ഡം എന്താണ്? ഞാൻ ആവർത്തിച്ചു പറയുന്നു, 18 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടി ലൈംഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് തന്റെ ശരീരം ലൈംഗികതയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു എന്ന് തോന്നുന്ന ഒരു പെൺകുട്ടി, തന്റെ ശരീരം ലൈംഗിക ജീവിതത്തിൽ പ്രാപ്തമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി, താൻ ലൈംഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടി, തന്റെ ശരീരത്തിന്റെ കാമനകൾ അടക്കി വെക്കാൻ കഴിയാത്തൊരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നതിന്റെ പേരിൽ മാത്രം അവർക്ക് ലൈംഗിക ജീവിതം നിഷേധിക്കുന്നതിലുള്ള മാനവിക വിരുദ്ധത എന്തുമാത്രമാണ്? അത് യഥാർത്ഥത്തിൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണ്. നമ്മൾ അറിയേണ്ട വസ്തുത, ലൈംഗിക വികാരങ്ങൾ സഫലമാക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹം, ആ ആഗ്രഹം നിറവേറപ്പെടാതിരുന്നാൽ തകരുന്നത് യഥാർത്ഥത്തിൽ ആ അവകാശം മാത്രമല്ല. ലൈംഗികമായ അസംതൃപ്തി മനുഷ്യന്റെ ജീവിതത്തിൽ മുഴുവൻ നിഴലിക്കും, അവന്റെ വ്യക്തിത്വത്തെ തകർക്കും, അവന്റെ വർത്തനങ്ങളെ ബാധിക്കും, അവന്റെ ഗൃഹജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കലാലയ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു വ്യക്തിയുടെ തകർച്ചയാണ് അതുവഴി സംഭവിക്കുക. ലൈംഗികതയ്ക്ക് വേണ്ടി മോഹിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഒരാൾ, ലൈംഗിക ജീവിതം തനിക്ക് നീട്ടിവെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ, അയാൾക്കത് നിഷേധിക്കുന്നതിലുള്ള മാനവിക വിരുദ്ധത വളരെ വലുതാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇത് ലോകത്തെല്ലായിടത്തും ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഐക്യരാഷ്ട്രസഭയുടെ അനുമതിയോടുകൂടി ലോകത്തെ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ പ്ലാൻഡ് പാരന്റ്ഹുഡ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. IPPF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഘടന. ഈ സംഘടന അടിസ്ഥാനപരമായൊരു മനുഷ്യാവകാശമായി ലൈംഗികാവകാശത്തെ മനസ്സിലാക്കണമെന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നു. 2004 മെയ് മാസത്തിൽ IPPF ഒരു പ്രഖ്യാപനം പുറത്തിറക്കി. ആ പ്രഖ്യാപനത്തിന്റെ പേര് തന്നെ യഥാർത്ഥത്തിൽ ലൈംഗികാവകാശങ്ങൾ ഒരു IPPF പ്രഖ്യാപനം എന്നാണ്. ആ പ്രഖ്യാപനത്തിൽ ഓരോ വ്യക്തിയുടെയും പ്രായത്തിനനുസരിച്ച് ആ പ്രായത്തിൽ കിട്ടേണ്ട ലൈംഗികാവകാശങ്ങൾ മുഴുവൻ വ്യക്തിക്ക് ലഭിക്കുക എന്നത് അടിസ്ഥാനപരമായൊരു മനുഷ്യാവകാശമാണ് എന്നും അത് ധ്വംസിക്കുന്നത് ഭീകരമായ മാനവിക വിരുദ്ധതയാണ് എന്നും IPPF വ്യക്തമാക്കുന്നു. IPPF ഇത് വ്യക്തമാക്കിയതിന്റെ പേരിൽ
IPPF പരിഷ്കൃത ലോകത്തിൽ നിന്ന് വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായതായി അറിയില്ല. മറിച്ച് ലോകത്തെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ലോക മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റത്തിലെ പുതിയൊരു അധ്യായമായി അതിനെ മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഇവിടെ ലോകം ലൈംഗികാവകാശങ്ങൾക്ക് വേണ്ടി ഉറക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പുരോഗമനത്തിന്റെ ബാനറും പിടിച്ചു കുറെ ആളുകൾ 18 വയസ്സ് തികയാത്തതിന്റെ പേരിൽ ലൈംഗിക ജീവിതത്തിന് പ്രാപ്തയായ പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് ലൈംഗികതക്കുള്ള അനുമതി നിഷേധിക്കണമെന്ന് ഉറക്കെ പറയുന്ന അശ്ലീലം നിറഞ്ഞ കാഴ്ചയാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണം. പുരോഗമനം എന്ന് പറഞ്ഞാൽ ലൈംഗിക ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കലാണോ? നമ്മളൊന്നും പുരോഗമനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് ഒരിക്കലും അങ്ങനെയല്ല. മനുഷ്യന്റെ ലൈംഗിക വികാരങ്ങൾക്ക് എതിര് നിന്നിരുന്നത് പുരോഹിത മതങ്ങളാണ്, പുരോഗമന പ്രസ്ഥാനങ്ങളല്ല. ലൈംഗികത മോശമാണ് എന്ന് പറഞ്ഞിരുന്നത്, ലൈംഗികത വൃത്തികേടാണ് എന്ന് വിശദീകരിച്ചിരുന്നത്, ബ്രഹ്മചര്യം മോക്ഷമാർഗമാണ് എന്ന് ഉത്ബോധിപ്പിച്ചിരുന്നത് കന്യാസ്ത്രീ മഠങ്ങളും മഹർഷിമാരുടെ തപസ്സിനുള്ള ആശ്രമങ്ങളുമെല്ലാം സൃഷ്ടിച്ചിരുന്നത് പുരോഹിത മതങ്ങളാണ്. ആ പുരോഹിത മതങ്ങളുടെ നേർ എതിർപക്ഷത്ത് നിന്നുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിച്ചത് ലൈംഗികത പുണ്യമാണ് എന്ന്. പ്രപഞ്ചനാഥനിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഇണയുമൊത്തുള്ള ലൈംഗിക വർത്തനങ്ങൾ എന്ന് ലോകത്തോട് പറഞ്ഞ ആദർശമാണ് ഇസ്ലാം. പ്രവാചകന്മാരൊക്കെ ലൈംഗിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരുന്നു എന്ന് പഠിപ്പിച്ച ആദർശം. ലോകത്തിൽ ഏറ്റവും നല്ല മനുഷ്യനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാരോടൊത്ത് സജീവമായ ലൈംഗിക ജീവിതം നയിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മാതൃകാ പുരുഷനാണ് എന്ന് പ്രഖ്യാപിച്ച ആദർശം. അത്രയും സജീവമായ ലൈംഗിക ജീവിതം നയിച്ചതുകൊണ്ട് പ്രവാചകന്റെ വിശുദ്ധിക്കൊരു കളങ്കവും ഏറ്റിട്ടില്ല എന്ന് പഠിപ്പിച്ച ആദർശം. മറിച്ച് അതുകൊണ്ട് പ്രവാചകന്റെ ജീവിതം കൂടുതൽ ഉജ്ജ്വലമായി തീരുക മാത്രമാണ് ചെയ്തത് എന്ന് വിശദീകരിച്ച ആദർശം. പുരോഹിത മതങ്ങൾ മനുഷ്യന്റെ ലൈംഗികാവകാശങ്ങൾക്ക് നേരെ വാളോങ്ങിയപ്പോൾ ഇസ്ലാം ലൈംഗികതയെ പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമായിരുന്നു. എന്നാൽ പുരോഹിത മതങ്ങൾക്കുള്ള കലാപത്തിന് നേതൃത്വം കൊടുത്തിരുന്ന പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്നു മുതൽക്കാണ് മനുഷ്യന്റെ ലൈംഗികാവകാശങ്ങളുടെ ശത്രുവായി തീർന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഈ വിഷയം എത്ര സുന്ദരമായാണ് കേരളത്തിലെ സംഘടിപ്പിക്കപ്പെട്ട ഈ ചർച്ചാവേദികളിൽ അട്ടിമറിക്കപ്പെട്ടത്. നിർബന്ധിച്ച് പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ പാടില്ല എന്ന് വലിയ വായിൽ സംസാരിച്ചു പലരും. പെൺകുട്ടിയെ നിർബന്ധിച്ച് കെട്ടിച്ചയക്കുന്നത് പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും എതിരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു പലരും. ചൂണ്ടിക്കാണിച്ചവരോട് നന്ദി പറയാനല്ലാതെ മറ്റൊന്നും നമുക്ക് കഴിയില്ല. പെൺകുട്ടികളെ നിർബന്ധിച്ച് കെട്ടിച്ചയക്കണമെന്നായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇവിടെ ആരുടെയും ആവശ്യം. അങ്ങനെ ഒരു ആശയം ഇവിടെ ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. പരിശുദ്ധ ഇസ്ലാം പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ സമ്മതമുണ്ടായിരിക്കണം എന്ന് പറയുന്നു എന്ന് മുസ്ലിം പണ്ഡിതന്മാർക്കെല്ലാം അറിയാം. ഇവിടെയുള്ള പുരോഗമനവാദികൾ പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും ഇവിടെ പെൺകുട്ടികളുടെ സമ്മതമില്ലാതെ കല്യാണം നടത്താൻ പാടില്ല എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കന്യകയായാലും വിധവയായാലും വിവാഹം നടക്കുന്നതിന് മുമ്പ് പെൺകുട്ടിയുടെ സമ്മതം ചോദിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകരെ, എന്റെ സമ്മതമില്ലാതെയാണ് എന്റെ വിവാഹം നടന്നത് എന്ന് ബോധിപ്പിച്ച സ്ത്രീകൾക്ക് വിവാഹബന്ധം അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ മുറിക്കുവാനുള്ള അനുവാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒന്നിലധികം സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ അങ്ങനെയല്ല. വിവാഹ ജീവിതം കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന വിവാഹ ജീവിതത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണം എന്ന് രക്ഷിതാക്കളോട് പറയുന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ലൈംഗികാവകാശങ്ങൾ നിഷേധിക്കുന്നതിൽ ഭീകരമായ മാനവികതാ വിരുദ്ധതയ്ക്ക് നേരെ വിരൽ ചൂണ്ടാൻ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല. ഇവിടെ ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാണ് പുരോഹിത മതങ്ങളുടെ അതേ കാഴ്ചപ്പാട് പുരോഗമന പ്രസ്ഥാനങ്ങൾ പങ്കിടുന്നത് എന്ന്. ഇവിടെ വെച്ചാണ് നമ്മൾ അറിയേണ്ടത്. അത് നമുക്ക് ഇസ്ലാമികമായൊരു ഭൂമികയിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തോന്നുകയാണ്. ഇസ്ലാമികമായൊരു ഭൂമികയിൽ വളരുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്ത ആളുകൾ എന്ന നിലക്ക് നമ്മുടെയെല്ലാം തലച്ചോറിൽ വിവാഹ ജീവിതവും ലൈംഗിക ജീവിതവും പര്യായ പദങ്ങളാണ്. ലൈംഗിക അവകാശം എന്ന് പറഞ്ഞാൽ വിവാഹത്തിനുള്ള അവകാശമാണ്. ഒരാൾക്ക് ലൈംഗികത ആസ്വദിക്കുവാനുള്ള അവസരമുണ്ടാകുന്നത് വിവാഹത്തിന്റെ വൃത്തത്തിനകത്താണ്. എന്നാൽ ഇവിടെ വിവാഹപ്രായ വിവാദത്തിൽ മുസ്ലിം സമുദായത്തിനും മുസ്ലിം പണ്ഡിതന്മാർക്കുമെതിരെ കൊടിപിടിച്ചു വന്ന ആളുകൾ, അവർക്കൊരിക്കലും ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിന്റെ
വിവാഹത്തിന്റെ യാതൊരു കുടയുമില്ലാതെ സ്വതന്ത്രമായി നിർവഹിക്കുവാൻ കഴിയുന്ന ഒരു ഏർപ്പാടാണ്. ഇഷ്ടമുള്ള ആണുങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള പെണ്ണുങ്ങളുടെ അടുത്ത് ഇഷ്ടമുള്ള സമയത്തെല്ലാം കയറി ചെന്ന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൂട്ടാവുന്ന ഒരു ഏർപ്പാട്. അതിന് പ്രത്യേകിച്ച് വിലങ്ങുകളോ പരിധികളോ ഇല്ല. ഈ സംസാരം അവർക്ക് മനസ്സിലാവുകയില്ല. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, വിവാഹത്തിനുള്ള അവസരമില്ല എന്നല്ലേയുള്ളൂ, എന്തിനെല്ലാം അവസരങ്ങളുണ്ട്? പ്രണയത്തിനുള്ള അവസരം, കോളേജിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ രതിസല്ലാപങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരം, അവർക്ക് വേണമെങ്കിൽ ഒരുമിച്ച് താമസിക്കുവാനുള്ള അവസരം, അവർക്ക് വേണമെങ്കിൽ ശരീരങ്ങൾ പങ്കിടാനുള്ള അവസരം. ഈ അവസരങ്ങളെല്ലാം നിലനിൽക്കെ നിങ്ങൾ എങ്ങനെയാണ് ലൈംഗികാവകാശങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുക എന്നവർ ചോദിക്കും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഈ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, മുസ്ലിം സമുദായത്തെയും ഇസ്ലാമിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിവാഹപ്രായത്തെ സംബന്ധിച്ച ബോധ്യങ്ങളോ ബോധ്യക്കേടുകളോ അല്ല. മറിച്ച് അവരെ യഥാർത്ഥത്തിൽ നയിക്കുന്നത് വിവാഹത്തോടുള്ള വിരോധമാണ്. വിവാഹപ്രായം കുറക്കുന്നതിനോടല്ല, വിവാഹത്തോടാണ് യഥാർത്ഥത്തിൽ അവരുടെ വിരോധം എന്ന് മനസ്സിലാക്കുവാനുള്ള വിവേകം നമ്മൾ കാണിക്കണം. ഇവിടെ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. വിവാഹം എന്ന് പറയുന്നത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അടിമത്തത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് എന്നവർ വിചാരിക്കുന്നു. കുടുംബം എന്ന് പറയുന്നത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ അന്ത്യമാണ് എന്നവർ മനസ്സിലാക്കുന്നു. പ്രസവം എന്ന് പറയുന്നത് പെണ്ണിന്റെ വ്യക്തിത്വത്തിന്റെ ഇടിച്ചിലാണ് എന്നവർ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിവാഹവും പ്രസവവും കുടുംബവും കുട്ടികളുമെല്ലാം അവരുടെ വീക്ഷണത്തിൽ കേവലമായ ദുരന്തങ്ങളാണ്. ആ ദുരന്തങ്ങൾ പരമാവധി നീട്ടിവെക്കുക എന്നതാണ് പോളിസി. വിവാഹപ്രായം കുറക്കുന്നതിനെതിരെ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് അതാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു ദുരന്തമാണ്, പ്രസവം അതിനേക്കാൾ വലിയൊരു ദുരന്തമാണ്. കുടുംബമാകട്ടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനുമേൽ വീഴാവുന്ന ഏറ്റവും വലിയ ചെങ്ങലയാണ്. ആ ചെങ്ങല ചുമലുകൾ ഉറച്ചിട്ടില്ലാത്ത 18 വയസ്സിന് മുമ്പ് തന്നെ പെണ്ണിന്റെ ശരീരത്തിലേക്ക് എടുത്തു വെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. വിവാഹപ്രായം കുറക്കുന്നതിനോടല്ല, മറിച്ച് വിവാഹത്തോട് തന്നെയാണ് അവരുടെ എതിർപ്പ് എന്നർത്ഥം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ വിവാദമുണ്ടായി ഒരുപാട് ലേഖനങ്ങളും ചർച്ചകളും സംവാദങ്ങളും എല്ലാം നടന്ന ശേഷം ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, നവംബർ 10 തീയതി വെച്ച് പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പോലും ഇതേ വിഷയത്തിൽ ഒരു പ്രബന്ധമുണ്ട്. ആ പ്രബന്ധം എഴുതിയയാൾ പ്രബന്ധത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ രസകരമാണ്. അവർ പറയുന്നത്, മുസ്ലിം സംഘടനകൾ നമ്മളോട് ചോദിക്കുന്നു, ലോകത്തെ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ വിവാഹപ്രായം 18 അല്ലല്ലോ. പുരോഗമിച്ച രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന യൂറോപ്യൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിൽ പലതിലും പെൺകുട്ടിയുടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം 16, 15, 14 ഒക്കെയാണ് എന്നിരിക്കെ 18 വയസ്സിന് താഴെ നിർബന്ധിത സാഹചര്യത്തിൽ വിവാഹം വേണമെന്നുള്ളവർക്ക് അതിന് അനുവാദം വേണമെന്ന് പറയുന്നത് എങ്ങനെയാണ് പുരോഗമന വിരുദ്ധമാവുക എന്നവർ ചോദിക്കുന്നു. എന്നിട്ട് പ്രബന്ധം എഴുതിയ ആൾ അതിന് പറയുന്ന മറുപടി, അവിടങ്ങളിൽ പെണ്ണിനും ആണിനും ഈ വയസ്സിന് മുമ്പ് തന്നെ സ്വതന്ത്രമായ ലൈംഗികതക്കുള്ള അവകാശമുണ്ട്. അവരുടെ സമൂഹം എന്ന് പറയുന്നത് ഒരു തുറന്ന സമൂഹമാണ്. ആ സമൂഹത്തിൽ തുറന്ന ലൈംഗികതയാണ്. ആ തുറന്ന ലൈംഗികതയിൽ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ ചിലപ്പോൾ ആളുകൾ ലൈംഗിക ബന്ധം ആരംഭിക്കും. ആ ലൈംഗിക ബന്ധം ആരംഭിക്കുന്നവർക്ക് ചിലപ്പോൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കണമെന്ന് തോന്നും. അത്തരക്കാർക്ക് വേണ്ടിയാണ് അവിടെ നിയമം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന മറുപടിയാണ് അവർ പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നത്, അതേ അന്തരീക്ഷം ഇന്ത്യയിലും സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ, അതേ സാമൂഹികാന്തരീക്ഷം കേരളത്തിലേക്കും പറിച്ചു നടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ രീതിയിൽ വിവാഹപ്രായം കുറക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല എന്നവർ സൂചിപ്പിക്കുന്നു. ഇവിടെ വളരെ കൃത്യമായി 18 വയസ്സിന് മുമ്പ് ഒരു പെൺകുട്ടിയും തന്റെ ശരീരത്തിന്റെ ചോദനകൾക്കുള്ള ഉത്തരമായി ഏതെങ്കിലും അർത്ഥത്തിലുള്ള ലൈംഗിക വർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തെറ്റാണ് എന്ന വീക്ഷണം തങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായി അവർ സൂചിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, വിവാഹപ്രായത്തിനെതിരെയുള്ള സംസാരങ്ങളായി നമ്മുടെ അന്തരീക്ഷത്തിൽ നിറയുന്ന വാക്കുകൾ, ആ വാക്കുകൾ ആകാശത്തിൽ നിന്ന് പൊട്ടി വീഴുന്നവയല്ല. അവക്ക് കൃത്യമായൊരു ചരിത്രമുണ്ട്, കൃത്യമായൊരു രാഷ്ട്രീയവുമുണ്ട്. നമ്മൾ കാണുന്നത് മഞ്ഞുമലയുടെ മുകളിലെ തലപ്പ് മാത്രമാണ്, ഐസ്ബർഗിന്റെ ടിപ്പ് മാത്രമാണ് നമ്മൾ കാണുന്നത്. വിവാഹപ്രായ വിവാദത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ച ബുദ്ധിജീവികൾ, ആ ബുദ്ധിജീവികളുടെ എല്ലാം പ്രബന്ധങ്ങളും പ്രസംഗങ്ങളും പരിശോധിച്ചാൽ
അവർ ആശയങ്ങൾ സ്വീകരിക്കുന്നത് മറ്റൊരു പാരമ്പര്യത്തിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്കെല്ലാം അറിയാം യൂറോപ്യൻ നവോത്ഥാനത്തെക്കുറിച്ച്, യൂറോപ്പിലുണ്ടായ വ്യവസായവൽക്കരണത്തെക്കുറിച്ച്, ഫ്രാൻസിലുണ്ടായ ധൈഷണിക വിപ്ലവത്തെക്കുറിച്ച്. ഫ്രാൻസിലുണ്ടായ ധൈഷണിക വിപ്ലവത്തിന്റെയും യൂറോപ്പിൽ മൊത്തത്തിലുണ്ടായ നവോത്ഥാനത്തിന്റെയും യൂറോപ്പിൽ ഉണ്ടായ വ്യവസായ വിപ്ലവത്തിന്റെയും തുടർച്ച എന്ന നിലക്ക് യൂറോപ്പിൽ ഉണ്ടായിത്തീർന്ന ഒരുപാട് ചിന്താ വിപ്ലവങ്ങളുണ്ട്. ആ ചിന്താ വിപ്ലവങ്ങളെ കുറിച്ച് വിശദമായി പറയാൻ ഇവിടെ സമയമില്ല. ആ ചിന്താ വിപ്ലവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവമായിരുന്നു മാർക്സിസം. കാൾ മാർക്സ് യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിനെതിരെ സംസാരിച്ചയാളാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ വ്യവസായവൽക്കരണത്തിന്റെ തന്നെ ഉൽപ്പന്നമായിരുന്നു മാർക്സ് എന്നതാണ് സത്യം. കാൾ മാർക്സ് ലോകത്തോട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ശിഷ്യനായ ആംഗൽസ് ലോകത്തോട് പറഞ്ഞത്, സ്വകാര്യ സ്വത്താണ് ഭൂമിയിൽ ഏറ്റവും വലിയ തിന്മ എന്നാണ്. സ്വകാര്യ സ്വത്താകുന്ന ഭൂമിയിൽ ഏറ്റവും വലിയ തിന്മയെ സംരക്ഷിക്കുവാൻ വേണ്ടി ബൂർഷ്വാ അധികാരവർഗം രൂപം കൊടുത്ത ചൂഷണ സ്ഥാപനമാണ് കുടുംബം എന്ന് ആംഗൽസ് വിശദീകരിച്ചു. ഫാമിലി, സ്റ്റേറ്റ് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന ആംഗൽസിന്റെ വിഖ്യാതമായ കൃതിയിൽ വളരെ കൃത്യമായി അദ്ദേഹം ഇത് വിശദീകരിക്കുന്നുണ്ട്. അവിടെ കുടുംബം എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുവാനുള്ള പുരുഷാധിപത്യത്തിന്റെയും ബൂർഷ്വാ മുതലാളിത്തത്തിന്റെയും ഒരു ഗൂഢാലോചനയാണ്. ആ വിവാഹവും കുടുംബവുമാകുന്ന കെണിയിലേക്ക് നാം പ്രവേശിക്കരുത് എന്നാണ് വളരെ കൃത്യമായി മാർക്സും ആംഗൽസും നമ്മളെ ഉപദേശിക്കുന്നത്. കാൾ മാർക്സിന്റെ കുടുംബ നിഷേധ സിദ്ധാന്തത്തിന് ലോകത്ത് വലിയ പ്രചാരമുണ്ടായി. ആ സിദ്ധാന്തത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സിദ്ധാന്തങ്ങൾ ഉണ്ടായി. ചില സിദ്ധാന്തങ്ങൾ മാർക്സിസത്തിനെതിരെ നിന്നു. പക്ഷെ അപ്പോഴും മാർക്സിസത്തിന്റെ കുടുംബവിരോധം അവയൊക്കെയും അനന്തരമെടുത്തു. ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്കറിയാം. 1930കളിൽ ലോകത്ത് പുറത്തിറങ്ങിയ പുസ്തകങ്ങൾ, ബർട്രാൻ റസലിനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ മാരേജ് ആൻഡ് മോറൽസ് എന്ന പുസ്തകത്തിലൂടെ വിവാഹവും കുടുംബവും സ്ത്രീവിരുദ്ധമാണ് എന്ന് അതിശക്തമായി വാദിച്ചു. റസൽ പറഞ്ഞത്, വിവാഹത്തിന് മുമ്പ് നിങ്ങൾ ഇഷ്ടം പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. വിവാഹം പേരിന് കഴിഞ്ഞാൽ തന്നെ വിവാഹത്തിന് ശേഷവും വിവാഹത്തിന് പുറത്ത് നിങ്ങൾക്ക് ഒരുപാട് ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ നിങ്ങൾ ലൈംഗിക സ്വാതന്ത്ര്യം അനുഭവിക്കൂ എന്ന് റസൽ കൃത്യമായി പറഞ്ഞു. ഇതേ കാലത്ത് തന്നെയാണ് വിൽഹം റീഹിന്റെ സെക്ഷൽ റവല്യൂഷൻ എന്ന പുസ്തകം പുറത്തിറങ്ങുന്നത്. ഹാവ്ലോക്ക് എല്ലിസ് എന്ന പ്രഗത്ഭനായ ലൈംഗിക ശാസ്ത്രജ്ഞൻ കുടുംബത്തിനും വിവാഹത്തിനുമെതിരെ അതിശക്തമായ പ്രബന്ധങ്ങൾ രചിച്ചുകൊണ്ടിരുന്ന കാലഘട്ടവും ഇതുതന്നെയാണ്. ഈ കാലഘട്ടത്തിൽ പ്രസരിപ്പിക്കപ്പെട്ട കുടുംബ നിഷേധത്തിൻ്റെതായ ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് വലിയ അനുരണനങ്ങൾ ഉണ്ടായി. നമുക്കെല്ലാം അറിയാം, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭ പരിപാടികളിലൂടെയാണ് ഫെമിനിസം ലോകത്തൊരു പ്രസ്ഥാനമായി തീരുന്നത്. വിശേഷിച്ചും അതിന്റെ ആരംഭഘട്ടത്തിൽ പെണ്ണിന്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയായിരുന്നു അത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഭൗതികവാദപരമായ അടിത്തറകൾ അത് പുറത്തു കാണിക്കാൻ തുടങ്ങി. നമുക്കെല്ലാം അറിയാം, പ്രശസ്ത മാർക്സിസ്റ്റ് ചിന്തകനും നോവലിസ്റ്റും അസ്തിത്വവാദത്തിന്റെ വക്താവുമെല്ലാമായിരുന്ന സാർത്ര, ജീൻ പോൾ സാർത്ര, ഫ്രഞ്ച് ബുദ്ധിജീവി, അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച പെണ്ണ്, അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ജീവിക്കുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച, ആർജവം കാണിച്ച ബുദ്ധിജീവി, ഫ്രഞ്ച് ബുദ്ധിജീവിയായിരുന്ന സിമോൺ ദി ബുവേ. സിമോൺ ദി ബുവേ അവരുടെ പ്രശസ്തമായ ദി സെക്കൻഡ് സെക്സ് എന്ന പുസ്തകം എഴുതുന്നത് 1949-ലാണ്. 1949 സിമോൺ ദി ബുവേ രചിച്ച ദി സെക്കൻഡ് സെക്സ് എന്ന പുസ്തകം ഫെമിനിസത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ മാനിഫെസ്റ്റോ ആയി മാറി. ഒന്നാം ഘട്ട ഫെമിനിസം, ഫസ്റ്റ് വേവ് ഫെമിനിസം എന്ന പേരിൽ അറിയപ്പെട്ട ഫെമിനിസ്റ്റ് കാലഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ട ഫെമിനിസ്റ്റ് കാലഘട്ടത്തിൽ ഫെമിനിസത്തിന്റെ പ്രകടന പത്രികയായി സിമോൺ ദി ബുവയുടെ പുസ്തകം മാറി. സിമോൺ ദി ബുവയുടെ പ്രശസ്തമായൊരു വാചകമുണ്ട്. അവർ പറഞ്ഞു, ആരും പെണ്ണായി ജനിക്കുന്നില്ല, മറിച്ച് പെണ്ണായി വളർത്തപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അത് ലോകത്തെ ഞെട്ടിച്ചൊരു പ്രസ്താവമാണ്. അവർ പറഞ്ഞത്, നിങ്ങൾ പറയുന്നു പെണ്ണായി പിറന്നത് കൊണ്ടാണ് പ്രസവിക്കേണ്ടി വരുന്നത്, പെണ്ണായി പിറന്നത് കൊണ്ടാണ് മുല കൊടുക്കേണ്ടി വരുന്നത്, പെണ്ണായി പിറന്നത് കൊണ്ടാണ് കുഞ്ഞിനെ താലോലിക്കേണ്ടി വരുന്നത്. ഞാൻ പറയുന്നു, ആരും പെണ്ണായി ജനിച്ചിട്ടില്ല. പെണ്ണാകാൻ നിങ്ങളുടെ വീട്ടിൽ പിറന്ന പെൺകുട്ടി എന്ന് നിങ്ങൾ വിളിക്കുന്ന ആളെ നിങ്ങൾ പരിശീലിപ്പിക്കുകയായിരുന്നു. ആ പരിശീലനം മറ്റൊരു രീതിയിലായിരുന്നുവെങ്കിൽ അവൾക്കൊരിക്കലും ഇതിനൊന്നും ആഗ്രഹമുണ്ടാകുമായിരുന്നില്ല, അവർ തന്റെ ശരീരത്തെ ഇതിനൊന്നും വിട്ടുകൊടുക്കാമായിരുന്നില്ല എന്ന് സിമോൺ ദി ബുവേ അതിശക്തമായി വാദിച്ചു. അവരുടെ പുസ്തകത്തിൽ വിശദമായി സമർത്ഥിക്കുവാൻ ശ്രമിച്ചു, വിവാഹം എന്ന് പറയുന്നത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ അന്തകനാണ്. അതിനുശേഷം അവർ പറഞ്ഞു,
നിങ്ങൾ പ്രസവിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ ശരീരം എന്നേക്കുമായി വെറും ഒരു കുഞ്ഞിനെ താലോലിക്കാനും അവൾക്ക് പാട്ടുപോടിക്കൊടുക്കാനുമുള്ള ഒരു യന്ത്രമായി, ഉപകരണമായി പരിമിതപ്പെട്ടു പോവുകയാണ്. നിങ്ങളുടെ സ്വത്വം അതോടുകൂടി എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. പ്രസവത്തിന് നിങ്ങൾ ഒരിക്കലും മുതിരരുത് എന്നവർ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഇനി നിങ്ങൾ വിവാഹത്തിൽ കുടുങ്ങി എന്ന് സങ്കല്പിക്കുക, നിങ്ങൾ ഗർഭധാരണം ഉണ്ടായി എന്നും സങ്കല്പിക്കുക. എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗർഭഛിദ്രമാണ്. ഗർഭഛിദ്രം നിയമവിധേയമാക്കണം. എന്നാൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ കൊല്ലാനുള്ള അവകാശം നിയമപരമായി അനുവദിച്ചു കിട്ടണം എന്ന് സിമോൺ ദി ബുവേ ദി സെക്കൻഡ് സെക്സ് എന്ന പുസ്തകത്തിൽ അതിശക്തമായി വാദിച്ചു. 1999 സിമോൺ ദി ബുവയുടെ ദി സെക്കൻഡ് സെക്സ് എന്ന പുസ്തകം പുറത്തിറങ്ങിക്കഴിഞ്ഞ 50 വർഷം തികഞ്ഞ വർഷമാണ്. ആ 50ാം വാർഷികം ലോകത്തെമ്പാടുമുള്ള ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വിശദമായ സമ്മേളനങ്ങളോടുകൂടി കൊണ്ടാടിയിരുന്നു. ആ സമ്മേളനങ്ങളിൽ സിമോൺ ദി ബുവയെ തങ്ങളുടെ എക്കാലത്തെയും വലിയ പ്രചോദനമായി അവർ അവതരിപ്പിച്ചു. ആ സമ്മേളനങ്ങളിൽ ഇതേ ആശയങ്ങൾ വീണ്ടും മുഴങ്ങിക്കേട്ടു. പെണ്ണ് പ്രസവിക്കുവാനോ വിവാഹം കഴിക്കുവാനോ കുട്ടികളെ പോറ്റുവാനോ സന്നദ്ധമാകരുത് എന്ന ആശയം, പെണ്ണ് ജനിച്ചിട്ടുള്ളത് അതിനൊന്നും വേണ്ടിയല്ല എന്ന ആശയം, അങ്ങനെയെല്ലാം ആകാൻ വേണ്ടി പെണ്ണ് പരിശീലിപ്പിക്കപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് എന്ന ആശയം. അതിനുശേഷം അതിന് വലിയ അനുരണനങ്ങൾ ഉണ്ടായി. ജൂഡിത്ത് ബട്ട്ലർ എന്ന അമേരിക്കൻ ബുദ്ധിജീവി, സ്ത്രീയായ ബുദ്ധിജീവി, ജൂഡിത്ത് ബട്ട്ലർ അവരുടെ വിശദമായ പ്രബന്ധങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ അതിശക്തമായി സിമോൺ ദി ബുവയുടെ ആശയങ്ങളെ വിപുലീകരിച്ചു. അവർ പറഞ്ഞത് പെണ്ണിന്റെ സ്വാഭാവികമായ ആഗ്രഹം ആണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനാണ് എന്നും കുഞ്ഞിനെ പ്രസവിക്കുവാനാണ് എന്നും കുഞ്ഞിനെ മുലയൂട്ടാനാണ് എന്നുമെല്ലാം പറയുന്നത് വെറുതെയാണ്. അത് ഓരോരുത്തരും വളർന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുണ്ടാകും. പെണ്ണ് എന്ന് പറയുന്നത് ചിലപ്പോൾ ലെസ്ബിയൻ ആകും, ചിലപ്പോൾ ഈ രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിന് താല്പര്യമുള്ളയാളാകും, ചിലപ്പോൾ ഇതിലൊന്നും താല്പര്യമില്ലാത്ത ഒരാളായും മാറും. അതുകൊണ്ട് വിവാഹത്തിനൊരിക്കലും പെണ്ണിനെ നിർബന്ധിക്കരുത് എന്ന് വളരെ ശക്തമായി അവർ വാദിച്ചു. ഈ വാദങ്ങളെല്ലാം ലോകത്ത് ശക്തമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിയേണ്ടത് ഈ വാദങ്ങളിൽ നിന്നെല്ലാം ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ തെരുവുകളിൽ പുരോഗമനത്തിന്റെ ഉടയാടകളുമായി വന്നു കയറുന്ന പ്രസംഗകർ, പുരോഗമനത്തിന്റെ ലേബലിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ബുദ്ധിജീവികൾ, അവരെല്ലാം പ്രസംഗിക്കുന്നത് ഇതിൽ നിന്നെല്ലാം ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അല്ലാതെ നമ്മളാരും വിചാരിക്കുന്നത് പോലെ വിവാഹപ്രായം 18 നിന്ന് 16 ആക്കാമോ എന്നതല്ല അവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. 18 വയസ്സിന് മുമ്പ് പെൺകുട്ടിക്ക് ലൈംഗിക ജീവിതമായി കൂടാ എന്നൊരു നിലപാടൊന്നും അവർക്കില്ല. മറിച്ച് വിവാഹത്തോട് തന്നെയാണ് അവരുടെ എതിർപ്പ്, പ്രസവത്തോടാണ് അവരുടെ എതിർപ്പ്, മാതാവാകുന്നതിനോടാണ് അവരുടെ എതിർപ്പ്, കുഞ്ഞിനെ പോറ്റുന്നതിനോടാണ് അവരുടെ എതിർപ്പ്. ഈ എതിർപ്പുകൾ പ്രത്യക്ഷമായി പ്രകടിപ്പിക്കുവാൻ കേരളത്തിന്റെ നിലവിലുള്ള സാമൂഹ്യാന്തരീക്ഷം അനുവദിക്കാത്തതുകൊണ്ട് അവർ വിവാഹ പ്രായത്തോട് ഏറ്റുമുട്ടി അരിശം തീർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് വളരെ വിനീതമായി ഈ ആളുകളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് തുറന്നു പറയണം, നിങ്ങളുടെ മനസ്സകങ്ങളിലുള്ളത് വെളിപ്പെടുത്തണം, നിങ്ങളുടെ ആദർശപരമായ പ്രചോദനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുവാനുള്ള ധൈര്യം കാണിക്കണം. മാർക്സിന്റെ കുടുംബ വീക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് പൊതുസമൂഹത്തോട് പറയണം. ഫെമിനിസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയണം. വിവാഹത്തെയും പ്രസവത്തെയും കുടുംബത്തെയും കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടെന്താണ് എന്ന് ലോകത്ത് നോക്കി ഉറക്കെ വിളിച്ചു പറയണം. എന്നിട്ട് ധൈര്യത്തോടെ ആർജവത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയണം, ഞങ്ങൾ വിവാഹത്തെ നിഷേധിക്കുന്നു, കുടുംബത്തെ നിഷേധിക്കുന്നു, പ്രസവത്തെ നിഷേധിക്കുന്നു. ഇവയെല്ലാം പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന ഏർപ്പാടുകളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവയിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അവയ്ക്കെതിരെയാണ് ഞങ്ങൾ പോരാടുന്നത് എന്ന് നിങ്ങൾ പറയൂ. നിങ്ങളോട് ഞങ്ങൾ സംവാദത്തിന് സന്നദ്ധമാണ്, നിങ്ങളോട് ഞങ്ങൾ സംവാദത്തിന് സന്നദ്ധമാണ്. വിവാഹം എന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ല, മറിച്ച് പെണ്ണിന്റെ വ്യക്തിത്വത്തെ ഉജ്ജ്വലമായി പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന്, പെണ്ണിന് തണലാവുകയാണ് ചെയ്യുന്നത് എന്ന്, പെണ്ണിന് താങ്ങാവുകയാണ് ചെയ്യുന്നത് എന്ന്, അവളുടെ പ്രകൃതിപരമായ ചോദനകൾക്ക് ഉത്തരം നൽകുകയാണ് ചെയ്യുന്നത് എന്ന്, കുടുംബവും വിവാഹവുമാണ് പെണ്ണിന്റെ തണൽ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ സന്നദ്ധമാണ്. അതല്ലാതെ കേവലമായ നിഴൽ യുദ്ധങ്ങൾക്ക് മുതിരരുത്. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാതെ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേവലമായൊരു പ്രതിച്ഛായ നിർമ്മാണത്തിന് വേണ്ടി പരിശ്രമിക്കരുത്. കേരളത്തിലെ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഈ സംവാദത്തിൽ സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ലൈംഗിക വീക്ഷണവുമായി കടന്നു വരിക. ആ ലൈംഗിക വീക്ഷണത്തോട് പോരടിക്കുവാൻ, ദൈക്ഷണികമായി സംവദിക്കുവാൻ, ആശയപരമായി കൊമ്പുകോർക്കുവാൻ, നിങ്ങളുടെ കയ്യിലുള്ള വീക്ഷണം യഥാർത്ഥത്തിൽ പെണ്ണിനെതിരാണ് എന്ന് സ്ഥാപിക്കുവാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്നാണ് വിനയത്തോടു കൂടി സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഈ വീക്ഷണങ്ങൾക്ക് നേരെ എതിർവശത്താണ് നിൽക്കുന്നത്.
ഞാൻ എൻ്റെ സംസാരം ആരംഭിച്ച സമയത്ത് ഓതിവെച്ച വചനം പരിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്ത് റൂമിലെ 21-ാമത്തെ വചനം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. പടച്ച തമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്കവൻ നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത്. പടച്ച തമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണത്. പടച്ച തമ്പുരാന്റെ മഹത്തായ അനുഗ്രഹം. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്കവൻ ഇണകളെ സൃഷ്ടിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. വിവാഹം വഴി, കുടുംബം വഴി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പാരതന്ത്ര്യത്തിന്റെ ചങ്ങലക്കെട്ടുകളല്ല, മറിച്ച് ശാന്തിയും സമാധാനവുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നു. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. ആലോചിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിൽ കൃത്യമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ലോകത്തോട് പറയുന്നു. ഇവിടെ നമ്മുടെ വിഷയത്തിന്റെ മർമ്മം ഇതാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള വിവേകവും വിനയവുമാണ് നമ്മൾ കാണിക്കേണ്ടത്. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനാ നേതാക്കളുടെയും പണ്ഡിതന്മാരുടെയും പ്രസ്താവനകൾക്ക് ശേഷം കേരളത്തിൽ ഉണ്ടായിത്തീർന്ന സാംസ്കാരിക കുരിശുയുദ്ധം, ആ സാംസ്കാരിക കുരിശുയുദ്ധം യഥാർത്ഥത്തിൽ നമ്മളെയെല്ലാം വേദനിപ്പിക്കുന്നതായിരുന്നു. വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ട പൊതുചർച്ചകളിൽ ആവർത്തിച്ച് ഉപയോഗിക്കപ്പെട്ട പദം രാജ്യദ്രോഹം എന്ന പദമാണ്. എങ്ങനെയാണ് ആ പദം അവിടേക്ക് കയറി വന്നത് എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. രാജ്യദ്രോഹം എന്ന പദം നിങ്ങൾക്കറിയുമോ? കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യദ്രോഹം ആരോപിച്ചത് ഇവിടെയുള്ള സവർണ ഫാഷിസ്റ്റുകളല്ല, ഇവിടെയുള്ള ഷോവിനിസ്റ്റുകളല്ല, ഇവിടെയുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകരല്ല, മറിച്ച് മതേതര പുരോഗമന ചേരികളിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മുഖത്ത് നോക്കി രാജ്യദ്രോഹം രാജ്യദ്രോഹം എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത്ഭുതത്തോടുകൂടി മാത്രമല്ലാതെ നമുക്കത് കേൾക്കാൻ കഴിയുമായിരുന്നില്ല. അവർ പറഞ്ഞത്, ഇന്ത്യ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമം അനുസരിക്കേണ്ടത് മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ്. ആ നിയമം ഞങ്ങൾ അനുസരിക്കാൻ സന്നദ്ധമല്ല എന്നൊരു വിഭാഗം പറയുന്നത്, വിശേഷിച്ചും മതത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് രാജ്യദ്രോഹമാണ് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അവർ. എത്ര സമർത്ഥമായാണ് കേരളത്തിന്റെ മണ്ണിൽ ഇസ്ലാം ഭീതി കൃഷി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഇതിനേക്കാൾ നല്ല ഉദാഹരണങ്ങളില്ല. നമ്മളെല്ലാം അറിയേണ്ട ഒരു വസ്തുതയുണ്ട്. ഇന്ത്യയെപ്പോലുള്ളൊരു ജനാധിപത്യ രാഷ്ട്രത്ത് ന്യൂനപക്ഷം മുസ്ലിങ്ങളെപ്പോലുള്ളൊരു സാംസ്കാരിക ന്യൂനപക്ഷം അധിവസിക്കുന്ന ഒരു ദേശത്ത് എന്താണ് യഥാർത്ഥത്തിൽ മതേതരത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും അർത്ഥം? നമുക്കെല്ലാം അറിയാം, ഇസ്ലാമിന് മതത്തെ സംബന്ധിച്ച കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. മതം എന്ന് പറഞ്ഞാൽ പള്ളിയിലെ നമസ്കാരമാണ് എന്നോ റമദാൻ മാസത്തിലെ നോമ്പ് മാത്രമാണ് എന്നോ ഏതെങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമാണ് എന്നോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതം മനുഷ്യന്റെ ജീവിതത്തെ സമൂലമായി പരിവർത്തിപ്പിക്കുന്ന ഒരു ജീവിത ദർശനമാണ്. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും അത് വെളിച്ചം വീശുന്നുണ്ട്. വിവാഹത്തിന്റെയും കുടുംബത്തിന്റെയും മേഖലകളിലേക്ക് ഇസ്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ രാജ്യത്തെ മുസ്ലിം പൗരന്മാർക്ക് മതസ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകണമെങ്കിൽ വിവാഹ കുടുംബ ജീവിതത്തിന്റെ മേഖലകളിൽ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ അനുസരിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാകണം. ഇസ്ലാമികമായ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന തന്നെ നൽകുന്നതാണ്. നമുക്കെല്ലാം അറിയാം, ഇന്ത്യ നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങളാണ് ഭരിച്ചിരുന്നത്. മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സ്വന്തം ശരീഅത്തനുസരിച്ചുകൊണ്ട് വിവാഹ കുടുംബ പ്രശ്നങ്ങൾ തീരുമാനിക്കുവാനുള്ള പൂർണ്ണമായ അവകാശമുണ്ടായിരുന്നു. മുഗളന്മാരുടെ കാലഘട്ടത്തിൽ അവർ നിശ്ചയിച്ചിരുന്ന കാളിമാരാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി വ്യക്തി നിയമം അനുസരിച്ച് ജീവിക്കുവാനുള്ള വിധികൾ നൽകിയത്. മുഗളന്മാരുടെ കാലശേഷം ഇന്ത്യയിലേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാരും ആ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. 1772 വരെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണ രംഗത്ത് നേരിട്ട് ഇടപെട്ടിരുന്നില്ല. 1772 വാറൻ ഹേസ്റ്റിംഗ്സിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒരു പൊതു ക്രിമിനൽ നിയമം ഉണ്ടാക്കി. ആ ക്രിമിനൽ നിയമം ഉണ്ടാക്കിയ സമയത്ത് ബ്രിട്ടീഷുകാർ പറഞ്ഞു, സിവിൽ നിയമങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം, കാരണം അത് മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഓരോ മതക്കാർക്കും ഓരോ പ്രത്യേക നിയമങ്ങളാണ്. ആ നിയമങ്ങൾ അനുസരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവായൊരു ക്രിമിനൽ നിയമസംഹിത ഉണ്ടാക്കിയപ്പോൾ തന്നെ മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ശരീഅത്തനുസരിച്ച് വിധികൾ നൽകാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് കാളിമാരെ നിയമിച്ചു. 1826 മുതൽ ഗവൺമെന്റ് കാളിമാരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി. പകരം ആധുനിക നിയമം പഠിച്ച ജഡ്ജിമാരെ നിയമിച്ചു.
ആ ജഡ്ജിമാരും പക്ഷേ മുസ്ലിങ്ങളാണ് കോടതിയിലെത്തുന്നത് എങ്കിൽ ആ മുസ്ലിങ്ങൾക്ക് ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിധി നൽകിയിരുന്നത്. അതിനുശേഷം 1937 മുസ്ലിം പേഴ്സണൽ ലോ ആക്ട് എന്ന പേരിൽ ബ്രിട്ടീഷുകാർ പാസാക്കിയ നിയമം, ആ നിയമം അനുസരിച്ച് വിവാഹ കുടുംബ കാര്യങ്ങളിൽ ഇസ്ലാം അനുസരിച്ച വിധികൾ നേടാനുള്ള, ഇസ്ലാമിന്റെ നിയമങ്ങൾ പ്രയോഗവൽക്കരിക്കുവാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യവും അവകാശവും ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നൽകി. ആ അവകാശം ഇന്ത്യൻ ഭരണഘടന അതുപോലെ തന്നെ പരിരക്ഷിച്ചു. ഇന്ത്യൻ ഭരണഘടനയിൽ 25 മുതൽ 30 വരെയുള്ള വകുപ്പുകൾ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കുന്നത്. മുസ്ലിങ്ങളടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വ്യക്തി നിയമം അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുവാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന വകവെച്ച് നൽകുന്നു. ആ പരിരക്ഷ ഈ കാലഘട്ടം വരെ നിലനിന്നതാണ്. ആ പരിരക്ഷ എന്നും നിലനിൽക്കേണ്ടതാണ്. ഇവിടെ വിവാഹപ്രായം 18 നിജപ്പെടുത്തുന്ന നിയമത്തിൽ ശരീഅത്തിന് വിരുദ്ധമായി എന്തുണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ്. തീർച്ചയായും 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കണമെന്നൊരു നിയമം ശരീഅത്തിലില്ല. പെൺകുട്ടികളെ 16 മുമ്പ് കെട്ടിച്ചയക്കണമെന്ന് ശരീഅത്ത് അനുശാസിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ സ്വഹാബി വനിതകളുടെ വിവാഹങ്ങൾ നടന്നത് വ്യത്യസ്ത പ്രായങ്ങളിലാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നത്. ആ പ്രായം തികയുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫാത്തിമയെ കല്യാണം കഴിച്ചു തരുമോ എന്ന് അന്വേഷിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമക്ക് പ്രായമായിട്ടില്ല എന്ന മറുപടി പറഞ്ഞ് മടക്കി അയക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്ന് ഹദീസുകൾ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ 18 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നതിനോ വിവാഹം 18 വയസ്സ് വരെ നീട്ടിവെക്കുന്നതിനോ ഇസ്ലാം എതിരല്ല. പക്ഷേ പ്രശ്നം മറ്റൊന്നാണ്. 18 വയസ്സ് വരെ കാത്തിരിക്കാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യണം? എന്റെ ജീവിതത്തിൽ ലൈംഗിക വിശുദ്ധി കർശനമായി പാലിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അവിടെ ഇസ്ലാം ഈ പുരോഗമന പ്രസ്ഥാനങ്ങളോട് ഏറ്റുമുട്ടുന്നു. നിങ്ങൾ 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുക അല്ല, അങ്ങനെയല്ല പറയേണ്ടത്. ഇവിടെ ഈ അടുത്ത് നടന്ന പരിപാടികളിൽ പറയപ്പെട്ടത് യഥാർത്ഥത്തിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കണമെന്നാണ്. മറ്റു ചിലരുടെ വീക്ഷണത്തിൽ അത് ആക്കേണ്ടത് 25 ആണ്. ഇനിയും ചിലരുടെ വീക്ഷണത്തിൽ അത് നിശ്ചയിക്കേണ്ടത് 28 ആയിട്ടാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ് ആളുകൾ. ഒരു പെൺകുട്ടിയുടെ ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് മിക്കവാറും 40 വയസ്സോടുകൂടി അവസാനിക്കാനുള്ളതാണ് എന്ന വസ്തുത പോലും ഈ പാപങ്ങൾക്കറിയില്ല. സാമൂഹ്യ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ മാത്രം അഭിരമിക്കുന്നവർക്ക്, ബുദ്ധിജീവി സാഹിത്യങ്ങൾ മാത്രം വായിക്കുന്നവർക്ക്, കേവലമായ വിവാദങ്ങളിൽ സമയം ചെലവഴിക്കുന്നവർക്ക് ജീവശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കുവാൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. മനുഷ്യന്റെ ലൈംഗികതയെ നിർണയിക്കുന്നത് സാമൂഹിക ശാസ്ത്രത്തെക്കാൾ ജീവശാസ്ത്രമാണ് എന്ന വസ്തുത അവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ശരീരത്തിലെ അവയവങ്ങളും ശരീരത്തിലെ ഹോർമോണുകളും ശരീരത്തിലെ അന്തസ്രാവ വ്യവസ്ഥയുമെല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും നമ്മുടെ പാവം ബുദ്ധിജീവികൾക്ക് അറിയണമെന്നില്ല. ആണിനെ പോലെയല്ല പെണ്ണിന്റെ ലൈംഗിക ജീവിതം എന്നവർക്കറിയില്ല. ആണിന്റെ ലൈംഗിക ജീവിതം മരണം വരെ സജീവമായി നിലനിൽക്കുന്നു. വലിയ ഏറ്റക്കുറച്ചിലുകളില്ലാതെ അവന്റെ ലൈംഗിക ശേഷി നിലനിൽക്കുന്നു. എന്നാൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈംഗിക ശേഷി എന്ന് പറയുന്നത് ആർത്തവ വിരാമത്തോടുകൂടി പൂർണ്ണമായി തന്നെ അവസാനിക്കാനുള്ളതാണ്. പലപ്പോഴും ആർത്തവ വിരാമത്തിനു ശേഷം വളരെ സജീവമായ ലൈംഗിക ബന്ധങ്ങൾക്ക് പോലും, കുഞ്ഞുണ്ടാകാനല്ല, കേവലമായ ലൈംഗിക ബന്ധങ്ങൾക്ക് പോലും പല സ്ത്രീകൾക്കും കഴിയാറില്ല. ആ പെണ്ണുങ്ങളെ കുറിച്ചാണ് പുരുഷ ബുദ്ധിജീവികൾ പ്രസംഗിക്കുന്നത്. അവരുടെ വിവാഹപ്രായം 28 നിശ്ചയിക്കണമെന്ന്. പുരുഷ ബുദ്ധിജീവികൾ ജീവിതകാലം മുഴുവൻ ലൈംഗികാവകാശങ്ങൾ ആസ്വദിക്കുമ്പോൾ പാവം സ്ത്രീക്ക് അവരുടെ ലൈംഗികതയുടെ നിറയൗവനത്തിൽ, അവരുടെ ലൈംഗികതയുടെ ഏറ്റവും സജീവമായ കാലഘട്ടത്തിൽ അതിനുള്ള അവസരം നിഷേധിക്കുകയും അവരെ 30 വയസ്സ് വരെ അതിനുവേണ്ടി കാത്തുനിൽക്കാൻ പ്രേരിപ്പിക്കുകയും കേവലം 10 വയസ്സായി അവരുടെ ലൈംഗിക ജീവിതം വെട്ടിക്കുറക്കുകയും ചെയ്യുന്ന അതിക്രൂരമായ മനുഷ്യാവകാശ ധ്വംസനമാണ്, തോന്നിവാസമാണ് യഥാർത്ഥത്തിൽ ബുദ്ധിജീവി നാട്യങ്ങളുടെ പേരിൽ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇവിടെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബുദ്ധിജീവികൾ, ആ ബുദ്ധിജീവികൾക്ക് ഈ പെൺകുട്ടിയോട് 18 വയസ്സിന് മുമ്പ് ലൈംഗിക ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. അവർ പറയും, നീ ഏതെങ്കിലും ആണിന്റെ കൂടെ പോയിക്കോ, അവനോട് സല്ലപിച്ചിരുന്നോ, അവന്റെ കൂടെ കിടക്ക പങ്കിട്ടോ, നിന്റെ വികാരങ്ങൾ, നിന്റെ ഇച്ഛകൾ നീ സഫലമാക്കിക്കോ. ആ സഫലമാക്കുക വഴി നിനക്കൊരു പക്ഷേ ഗർഭമുണ്ടാകും. ആ ഗർഭം അലസിപ്പിക്കുക മാത്രമേ വേണ്ടൂ, ഗർഭചിത്രത്തിന് മുതിരുക മാത്രമേ വേണ്ടൂ, അങ്ങനെ ഒരു ബന്ധത്തിന്റെ ഓർമ്മകൾ എന്നേക്കുമായി അവസാനിപ്പിക്കുക മാത്രമേ വേണ്ടൂ.
ഇവിടെ ജീവനുള്ള ഒരു കുഞ്ഞിന്, ജീവനുള്ള ഒരു ശരീരത്തെ വളരെ മൃഗീയമായ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കൂട്ടക്കുരുതി നടത്തുവാനുള്ള ആഹ്വാനമാണ് കേരളത്തിലെ പുരോഗമനവാദികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഉത്തരം മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമല്ല. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി മുസ്ലിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 31-32 വചനങ്ങളിൽ, ആ വചനങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളോട് രണ്ട് കാര്യങ്ങൾ അടുത്തടുത്തായി പറഞ്ഞു, തൊട്ടടുത്തായി. ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖിൻ, നിങ്ങൾ ദാരിദ്ര്യവും പട്ടിണിയും ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ ഒരിക്കലും കൊന്നുകളയരുത്. നഹ്നു നർസുഖുഹും വഇയ്യാകും, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നത് നാമാണ്, പടച്ചതമ്പുരാനാണ്, അത് നിങ്ങളാരുമല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, തീർച്ചയായും അവരുടെ കൊല, മക്കളെ കൊല്ലുന്നത്, ഗർഭചിത്രം നടത്തുന്നത് കൊടിയ പാപവും അക്രമവുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു. അത് പറഞ്ഞയുടനെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖറബു സിന, നിങ്ങൾ ഒരിക്കലും വ്യഭിചാരത്തെ സമീപിക്കരുത്, നിങ്ങൾ വിവാഹത്തിന് പുറത്തേക്ക് പോകരുത്. നിങ്ങളുടെ ലൈംഗിക ദാഹം ശമിപ്പിക്കുവാനുള്ള പ്രകൃതിപരമായ മാർഗമായ വിവാഹത്തിന് പുറത്ത് മറ്റൊരു മാർഗത്തിലേക്ക്, നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ നിങ്ങളുടെ ലൈംഗിക മോഹങ്ങൾ സഫലമാക്കാൻ നിങ്ങൾ ഒരിക്കലും പരിശ്രമിക്കരുത്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, വ്യഭിചാരം എന്ന് പറയുന്നത് തീർച്ചയായും തികഞ്ഞ വഴികേടും മ്ലേച്ഛവൃത്തിയുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇവിടെ മാർക്സിസത്തിന്റെ, ഫെമിനിസത്തിന്റെ, ഭൗതികവാദത്തിന്റെ, പുരോഗമനവാദികൾ എന്ന് പറയപ്പെടുന്നവരുടെ ലൈംഗിക വീക്ഷണത്തിന്റെ രണ്ട് അടിസ്ഥാനങ്ങളെ പരിശുദ്ധ ഖുർആൻ അതിശക്തമായി പ്രഹരിക്കുകയാണ്. ഗർഭചിത്രവും വ്യഭിചാരവുമാകുന്ന പുരോഗമനക്കാരെന്ന് പറയപ്പെടുന്ന ആളുകളുടെ ലൈംഗിക വീക്ഷണത്തിന്റെ മാനവിക വിരുദ്ധമായ രണ്ടടിത്തറകളെ പരിശുദ്ധ ഖുർആൻ അതിശക്തമായി തകർത്ത് കളയുന്നു. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ ഒരിക്കലും വ്യഭിചാരത്തെ സമീപിക്കരുത്. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം പോലും ഉണ്ടാകരുത്, കാതുകൊണ്ടുള്ള വ്യഭിചാരം പോലും ഉണ്ടാകരുത്, കൈകൊണ്ടോ കാലുകൊണ്ടോ വ്യഭിചരിക്കരുത്. വ്യഭിചാരത്തിന്റെ എല്ലാ രൂപങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരണം. ഒരു പെൺകുട്ടി, അവൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി, അവന് 21 വയസ്സ് തികഞ്ഞിട്ടില്ല. പക്ഷേ അവന്റെ ശരീരം ലൈംഗിക ജീവിതത്തിന് പ്രാപ്തമാണ്. അവന്റെ ശരീരത്തിലെ ഹോർമോണുകൾ സജീവമാണ്. അവന്റെ ചുറ്റുപാടുകൾ അവനിൽ ലൈംഗികമായ മോഹങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ലൈംഗിക ജീവിതം ആരംഭിച്ചിട്ടില്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ ലൈംഗിക വിശുദ്ധി എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് അവൻ ഭയക്കുന്നു, അല്ലെങ്കിൽ അവൾ ഭയക്കുന്നു. അവൻ എന്ത് ചെയ്യണം? അവൾ എന്തു ചെയ്യണം? പുരോഗമനവാദികളുടെ ഉത്തരങ്ങളൊന്നും മുസ്ലിങ്ങൾക്ക് ഉത്തരങ്ങളല്ല. വിവാഹപൂർവ്വ പ്രണയം അവന്റെ മുന്നിലുള്ള ഒരു ചോയ്സ് അല്ല, അവളുടെ മുമ്പിലുള്ള ഒരു ചോയ്സ് അല്ല. വ്യഭിചാരം അവന്റെയോ അവളുടെയോ മുമ്പിലുള്ള ഒരു ചോയ്സ് അല്ല. നിങ്ങൾ പറയുന്ന ഉത്തരങ്ങളൊന്നും സ്വീകാര്യമല്ലാത്ത ഒരാൾ, ലൈംഗികമായ മോഹങ്ങളും വികാരങ്ങളും ഉള്ള ഒരാൾ, അയാൾ എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് അയാൾക്ക് നിയമപരമായി വിവാഹം കഴിക്കുവാനുള്ള അനുവാദം ലഭിക്കണം എന്ന ഉത്തരം പറയുന്നത് അത് അപരിഷ്കൃതവും കാടത്വവുമാണെങ്കിൽ കാടന്മാരും അപരിഷ്കൃതരും തന്നെയാണ് ഞങ്ങൾ എന്ന് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഇവിടെ വിഷയം അട്ടിമറിക്കപ്പെടുന്നത് വളരെ സമർത്ഥമായാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ വിഷയം. എല്ലാം പോകട്ടെ, പ്രണയത്തിന്റെ വലിയ 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 ആളുകളാണ് ഈ പറയുന്ന പുരോഗമനത്തിന്റെ ആളുകൾ. പ്രണയത്തെ വിശുദ്ധവൽക്കരിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്ത് ഉപന്യാസങ്ങൾ രചിച്ചിട്ടുള്ളവർ, നോവലുകൾ രചിച്ചിട്ടുള്ളവർ, ഈ ആളുകൾ പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകൾ 18 വയസ്സിന് മുമ്പ് ആണിനും പെണ്ണിനും ഇടയിൽ പ്രണയമുണ്ടാവുകയില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരാൻ തയ്യാറുണ്ടോ? ആ പ്രണയം അവരെ ശാരീരിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരാൻ തയ്യാറുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഒരു മുസ്ലിം വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ അറിയാതെ പ്രണയത്തിൽ കുടുങ്ങുന്നു എന്ന് കരുതുക. ആ പ്രണയം സഫലമാക്കണമെന്നായിരിക്കുമല്ലോ സ്വാഭാവികമായും പുരോഗമനവാദികൾ ഉപദേശിക്കുക. അവിടെ ഈ മുസ്ലിം പെൺകുട്ടി അല്ലെങ്കിൽ മുസ്ലിം ആൺകുട്ടി ചെയ്യേണ്ടത് എന്താണ്? പ്രണയം ഇസ്ലാമികമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, ശുദ്ധമായ വ്യഭിചാരമാണ്. പക്ഷെ മനസ്സും ശരീരവും അതിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയാത്ത വിധം അതിൽ കുരുങ്ങിപ്പോയ ഒരാൾക്ക് വിവാഹമല്ലാതെ മറ്റെന്തു മാർഗമാണുള്ളത്? അയാളോട് 18 വയസ്സ് വരെ വിവാഹം നീട്ടിവെക്കണം, അല്ലെങ്കിൽ അവളോട് 18 വയസ്സ് വരെ നീ നിന്റെ വ്യഭിചാരം തുടരണം എന്ന് പറയാൻ മുസ്ലിം രക്ഷിതാക്കൾക്ക് ഒരിക്കലും കഴിയില്ല. ഇവിടെയാണ് പ്രശ്നം. ഈ പ്രശ്നം പരിഹരിക്കുവാൻ മുസ്ലിം വ്യക്തി നിയമം മുസ്ലിങ്ങളെ തുണക്കുന്നുണ്ട് എന്നായിരുന്നു ഇതുവരെയുള്ള ധാരണ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പൊതുനിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വ്യക്തി നിയമം നിലനിൽക്കുന്നതുകൊണ്ട് ആ വ്യക്തി നിയമത്തിന്റെ ആനുകൂല്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുമെന്ന ധാരണ. എന്നാൽ ആ ധാരണ ശരിയല്ല എന്നും, മുസ്ലിങ്ങളായാലും ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ, അനിവാര്യ സാഹചര്യത്തിൽ വിവാഹങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമക്കുരുക്കുകൾ ഉണ്ടാകുമെന്നും ബോധ്യം വന്ന സമയത്ത്
ആ നിയമക്കുരുക്കുകളെ കുറിച്ച് വ്യക്തത വരുത്താൻ, അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ ലഭിക്കുവാൻ, അതിൽ ഉള്ള പ്രയാസങ്ങൾ നീക്കിക്കിട്ടുവാൻ മുസ്ലിങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ആ സമീപിച്ചത് രാജ്യദ്രോഹമാണ് എന്നാണ് പറയുന്നത്. വിനയത്തോടുകൂടി മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ചോദിക്കാനുള്ളത്, എവിടെയുള്ള എല്ലാ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്ന് പറയപ്പെടുന്നവരോടും ചോദിക്കാനുള്ളത്, നിയമങ്ങളോട് നിങ്ങൾക്കാർക്കും വിയോജിപ്പുണ്ടാകാറില്ലേ? നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന് നിങ്ങൾക്കാർക്കും അഭിപ്രായമുണ്ടാകാറില്ലേ? ഏതെങ്കിലും ഒരു കാലത്ത് പ്രത്യേകമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ എഴുതിവെച്ച നിയമങ്ങൾ പിന്നീടൊരിക്കലും തൊടാൻ പാടില്ലാത്ത വിധം വിശുദ്ധവും സനാതനവുമാണ് എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും വാദമുണ്ടോ? അങ്ങനെ വാദമില്ലെങ്കിൽ ഒരു നിയമം മാനവിക വിരുദ്ധമാണ് എന്ന് തോന്നുന്ന സമയത്ത്, ഒരു നിയമം പരിഷ്കരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ആ നിയമം ലംഘിക്കുകയാണോ ചെയ്യേണ്ടത്? നിയമം കയ്യിലെടുത്ത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയാണോ ചെയ്യേണ്ടത്? അതല്ല, ആ നിയമം പരിഷ്കരിക്കുവാൻ, ആ നിയമത്തിന്റെ പോരായ്മകൾ ചർച്ച ചെയ്യുവാൻ ചെല്ലേണ്ടടുത്ത് ചെല്ലുകയാണോ വേണ്ടത്? ഇന്ത്യയിൽ നിയമപരമായൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു പൗരന് സമീപിക്കുവാനുള്ള അത്താണിയാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി അതിനുള്ളതാണ്. അതല്ലാതെ സുപ്രീം കോടതിയിൽ നിയമത്തെ സംബന്ധിച്ചൊരു ചർച്ചയ്ക്ക് ചെല്ലുന്നത് രാജ്യദ്രോഹമല്ല. അത് രാജ്യദ്രോഹമാണ് എന്ന് പറയുന്നവർ നിർഭാഗ്യവശാൽ അപകടകരമായ ചില ധാരണകളാണ് പങ്കുവെക്കുന്നത്. ആ ധാരണകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തലങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. ഒന്നാമത്തെ തലം, മുസ്ലിങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുവാൻ അർഹതയില്ലാത്ത അപരിഷ്കൃതരാണ് എന്ന മുതലാളിത്തത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും വീക്ഷണങ്ങൾ പങ്കുവെക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു നിലപാട്. ആ നിലപാടാണ് ഒന്നാമത്തേത്. ആ നിലപാടിൽ നിന്നു തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഉത്ഭവം. ഇവിടെ ചർച്ചയാക്കപ്പെട്ട, വിവാദമാക്കപ്പെട്ട നിയമത്തെക്കുറിച്ച് തന്നെ നാം ചിന്തിക്കുക. നമുക്കെല്ലാം അറിയാം, ഇന്ത്യയിൽ ബാലവിവാഹത്തിനെതിരെയാണ് നിയമം. ബാലവിവാഹത്തിനെതിരെ നിയമമുണ്ടാകുന്നത് മോശമാണ് എന്നോ തെറ്റാണ് എന്നോ മുസ്ലിങ്ങൾക്ക് അഭിപ്രായമില്ല. ഒരു വേള അത് ആവശ്യം പോലുമാണ്. നമുക്കെല്ലാം അറിയാം, ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് ബാലവിവാഹങ്ങൾ വളരെ സജീവമായിരുന്നു. ബാലവിവാഹങ്ങൾ എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായിട്ടില്ലാത്ത, ലൈംഗിക പ്രാപ്തി വന്നിട്ടില്ലാത്ത, ലൈംഗിക ശേഷി വന്നിട്ടില്ലാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്ന സ്വഭാവം, അവരെ ഒരുമിച്ച് കിടത്തുന്ന സ്വഭാവം, അവരെ പ്രായപൂർത്തിക്ക് മുമ്പ് തന്നെ ജീവിതത്തിൽ പരസ്പരം ഒരുമിച്ച് ജീവിക്കുവാൻ വിടുന്ന സമ്പ്രദായം ഭാരതത്തിൽ വളരെ വ്യാപകമായിരുന്നു. നമുക്കെല്ലാം അറിയാം, ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തിൽ വളരെ വ്യാപകമായിരുന്നു ഈ സമ്പ്രദായം. വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാകും. 1921 സെൻസസ് റിപ്പോർട്ട് പ്രകാരം, അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ സെൻസസ് പ്രകാരം കണക്കുകൾ സൂചിപ്പിക്കുന്നത് അന്നത്തെ ഇന്ത്യയിൽ 600ഓളം ഹിന്ദു വിധവകൾ 1 വയസ്സ് പോലും തികയാത്തവരാണ്. അന്നത്തെ ഇന്ത്യയിൽ 2000ഓളം ഹിന്ദു വിധവകൾ 5 വയസ്സ് പോലും തികയാത്തവരാണ്. അന്നത്തെ ഇന്ത്യയിൽ 100,000ഓളം ഹിന്ദു വിധവകൾ 10 വയസ്സ് പോലും തികയാത്തവരും, അന്നത്തെ ഇന്ത്യയിൽ 3,50,000ഓളം ഹിന്ദു വിധവകൾ 15 വയസ്സ് പോലും തികയാത്തവരാണ്. ലൈംഗികത എന്താണ് എന്ന് പോലും അറിയാത്തൊരു കാലഘട്ടത്തിൽ വിവാഹം ചെയ്തയക്കുന്ന ഭീകരമായ സമ്പ്രദായം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ സമ്പ്രദായം അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ബാലവിവാഹ നിരോധന നിയമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായത്. പല കാലങ്ങളിലായി വിശദീകരിക്കുവാൻ സമയമില്ല. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്ന നിയമം 18 വയസ്സാണ് പെൺകുട്ടിയുടെ വിവാഹപ്രായമെന്നും 21 വയസ്സാണ് ആൺകുട്ടിയുടെ വിവാഹപ്രായമെന്നും നിശ്ചയിച്ച നിയമം, അത് യഥാർത്ഥത്തിൽ ബാലവിവാഹത്തെ നിരോധിക്കുവാൻ വേണ്ടി, തടയുവാൻ വേണ്ടി ഉണ്ടായതല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആ നിയമം ഉണ്ടായത് യഥാർത്ഥത്തിൽ ബാലവിവാഹത്തെ നിരുത്സാഹപ്പെടുത്താനല്ല. കാരണം 18 വയസ്സ് തികഞ്ഞ പെണ്ണോ 21 വയസ്സ് തികഞ്ഞ ആണോ ബാലന്മാരല്ല എന്ന്, ശിശുക്കളല്ല എന്ന്, ലൈംഗിക ജീവിതത്തിന് ശേഷിയില്ലാത്തവരല്ല എന്ന് നമുക്കെല്ലാം അറിയാം. മറിച്ച് ആ നിയമം ഉണ്ടായത് ജനസംഖ്യാ നിയന്ത്രണത്തിനു വേണ്ടിയാണ്. പെൺകുട്ടികളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞാൽ ജനസംഖ്യ പെരുകുമെന്ന ഭീതിയിൽ നിന്നുണ്ടായതാണ്. വിശദമായി പറയാൻ സമയമില്ല. 1960കളിൽ ഇന്ത്യയിൽ ജനസംഖ്യാ വിസ്ഫോടനത്തിനെതിരെ ശക്തമായി സംസാരിച്ചിരുന്ന പ്രൊഫസർ S.N. അഗർവാള എന്ന് പറയുന്ന പണ്ഡിതൻ, ആ പണ്ഡിതന്റെ ലേഖനങ്ങൾ വഴിയാണ്, പ്രബന്ധങ്ങൾ വഴിയാണ് യഥാർത്ഥത്തിൽ വിവാഹപ്രായം പെൺകുട്ടികളുടേത് കുറച്ചാൽ ഇവിടെ ജനസംഖ്യ കുറക്കാൻ കഴിയുമെന്ന ആശയമുണ്ടാകുന്നത്. ആ ആശയം ഭരണകർത്താക്കൾ സ്വീകരിക്കുകയായിരുന്നു. അതിന് പാശ്ചാത്യ ശക്തികളുടെ സമ്മർദ്ദവും ഉണ്ടായിരുന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ അടക്കം ശക്തമായ സമ്മർദ്ദങ്ങൾ. അടിയന്തരാവസ്ഥ കാലത്ത് ഈ സമ്മർദ്ദങ്ങളുടെയും ഉപദേശങ്ങളുടെയും എല്ലാം ഫലമായി ഇന്ത്യയിൽ ജനസംഖ്യ കുറക്കാൻ വേണ്ടി നിർബന്ധിത വന്ധ്യംകരണ പരിപാടികൾ നടന്നത് നമുക്കറിയാം. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ 1 കോടിയോളം ഇന്ത്യക്കാരെ
അന്ന് നിർബന്ധ വന്ധ്യംകരണത്തിന് വിധേയമാക്കി. കുട്ടികളുണ്ടാകാതിരിക്കാൻ വേണ്ടി, മക്കളുണ്ടാകാതിരിക്കുവാൻ വേണ്ടി, മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളിലൊന്നായ പ്രത്യുൽപാദനത്തിനുള്ള അവകാശത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ജനസംഖ്യ നിയന്ത്രിക്കുവാൻ വേണ്ടി അരങ്ങേറിയ ഭരണകൂട ഭീകരതയായിരുന്നു അത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇവിടെ വിവാഹപ്രായത്തിനെതിരെയുള്ള സംസാരങ്ങൾ യഥാർത്ഥത്തിൽ പ്രായത്തെ സംബന്ധിച്ച എന്തെങ്കിലും വിയോജിപ്പുകളിൽ നിന്നുണ്ടാകുന്നതല്ല എന്നാണ്. മറിച്ച് അത് വിവാഹത്തോടുള്ള വിയോജിപ്പാണ്, അത് യഥാർത്ഥത്തിൽ പ്രസവത്തോടുള്ള വിയോജിപ്പാണ്, കുടുംബത്തോടുള്ള വിയോജിപ്പാണ്, അത് യഥാർത്ഥത്തിൽ ജനസംഖ്യയോടുള്ള വിയോജിപ്പാണ്, മക്കളുണ്ടാകുന്നതിനോടുള്ള വിയോജിപ്പുകളാണ്. ഇതാണ് ഇവരുടെ വിയോജിപ്പുകൾക്ക് ആധാരം എന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അതിശക്തമായി അവരോട് വിയോജിക്കേണ്ടി വരുന്നു. ആ വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ രാജ്യദ്രോഹി എന്ന് വിളിച്ചുകൊണ്ട് ഇവിടെയുള്ള വർഗീയവാദികളുടെ കൂടാരത്തിലേക്ക് കയറി നിൽക്കുന്നതിന് പകരം മാന്യമായി സംവദിക്കുവാനുള്ള ആർജവമാണ് ഈ ആളുകൾ കാണിക്കേണ്ടത് എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.